കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനകീയ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുന്നതുവരെ ഇനി ഉദ്യോഗസ്ഥ ഭരണമായിരിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ മാത്രമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് അധികാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനകീയ ഭരണസമിതികളുടെ കാലാവധിയാണ് ബുധനാഴ്ച അവസാനിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ 3 സർക്കാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഭരണനിർവഹണ സമിതിക്കായിരിക്കും പ്രവർത്തനങ്ങൾ നടത്താനാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതി രൂപീകരിക്കുന്നതുവരെയാണ് ഉദ്യോഗസ്ഥ ഭരണം. ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനല്ലാതെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സമിതിക്ക് അധികാരമില്ല. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 3 സർക്കാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സമിതിയെ നിയോഗിച്ച് സർക്കാർ വിജ്ഞാപനവും ഇറക്കി. ജില്ലാ പഞ്ചായത്തിൽ കലക്ടർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ എന്നിവർക്കാണ് ചുമതല. ബ്ലോക്ക് പഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർക്കും, ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൃഷി ഓഫീസർ എന്നിവർക്കും ചുമതല നൽകി. കോർപ്പറേഷൻ പരിധിയിൽ കലക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവർക്കും, നഗരസഭകളിൽ സെക്രട്ടറി, എഞ്ചിനീയർ, സംയോജിത ശിശുവികസന പദ്ധതി ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നിവർക്കുമാണ് ചുമതല. ന്യൂസ് ഡെസ്ക് CTV ന്യൂസ്.